വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്റെ മൂത്ത മകളുടെ വിവാഹ തിരക്കുകളിലായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും തിരക്കുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് കുടുംബത്തിനൊപ്പം സന്തോഷ നിമിഷങ്ങൾ ആഘോഷകരമാക്കുകയാണ് നടൻ. താരത്തിന്റെ വീട്ടിലെ ആദ്യത്തെ വിവാഹമാണ് നടന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വെച്ചാണ് വിവാഹം നടന്നത്. 4 മക്കളിൽ മൂത്തയാളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു. മാത്രമല്ല, സിനിമാ താരങ്ങളടക്കം നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. വിവാഹത്തിനെ ക്ഷണിച്ചു തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ സുരേഷ് ഗോപി ആദ്യം കുടുംബസമേതം പോയി ക്ഷണിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്. നടന്റെ ക്ഷണം സ്വീകരിച്ച് ഭാഗ്യയെ അനുഗ്രഹിക്കാൻ താലികെട്ടിന്റെ സമയത്ത് കൃത്യമായി മോദി എത്തിച്ചേർന്ന് ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത് വധൂവരന്മാർക്ക് വരണമാല്യം എടുത്തു നൽകുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങ്. കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയ മോദി ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം അതിഥികളായി എത്തിയ മലയാളത്തിലെ താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ഷാജി കൈലാസ് എന്നിവരോടൊപ്പം കുശലം പറഞ്ഞു. ശേഷം താരങ്ങൾക്ക് അക്ഷതം നൽകി. ഭാഗ്യ സുരേഷിന്റെ താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി തൊട്ടടുത്ത വിവാഹം നടന്ന 10 വധൂവരന്മാർക്കും ആശംസ അറിയിച്ചു. വധൂവരന്മാർക്കും അക്ഷതം നൽകിയ പ്രധാനമന്ത്രി ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ഒരു ചിത്രം കഴിഞ്ഞ കുറച്ച് സമയമായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അടുത്തെത്തി കുശലം ചോദിച്ച മോദിയോട് അക്ഷതം സ്വീകരിച്ച് മോഹൻലാൽ ചിരിച്ച് സംസാരിക്കുന്നതും സമീപം നിന്ന് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നതുമായ ഒരു ചിത്രമാണ് പ്രചരിക്കുന്നത്. മോദി വന്നപ്പോൾ മോഹൻലാൽ വണങ്ങിയെന്നും എന്നാൽ അത്തരത്തിൽ താണ് കുമ്പിടാനൊന്നും തയ്യാറാകാതെ മോദി അരികെ നിന്നിട്ടും മമ്മൂട്ടി തന്റെ ഇടത്തോടെ കൈകെട്ടി നിന്നുവെന്ന തരത്തിലാണ് ഫോട്ടോ പ്രചരിക്കുന്നത്. ഇതിനോടകം ഭൂരിഭാഗം ആളുകളും രാഷ്ട്രീയം കൂടി കലർത്തി ഈ ചിത്രം പ്രചരിക്കുന്നുണ്ട്. മോഹൻലാലിനെ സംഖ്യ എന്ന് പരിഹസിക്കാനും ഒരു വിഭാഗം ആളുകൾ ഈ ചിത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ചർച്ചയായ ചിത്രം ഉപയോഗിച്ച് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ശീതൾ ശ്യാം പങ്കിട്ട പോസ്റ്റും അതിന് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് നൽകിയ മറുപടിയുമാണ് വൈറലാകുന്നത്. മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് വേറെ ആളെ നോക്ക് എന്നാണ് ശീതൾ ശ്യാം കുറിച്ചത്. ഒപ്പം മമ്മൂക്ക എന്നെഴുതി ഹൃദയത്തിന്റെ ഇമോജിയും ശീതൾ പങ്കുവച്ചിരുന്നു. ഇതിന് ഗോകുൽ സുരേഷ് നൽകിയ മറുപടി ഇങ്ങനെയാണ്: ചില ആളുകൾ ഇങ്ങനെയാണ്, പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദ്ദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ മറുപടിയായി കുറിച്ചത്. ശേഷം എന്തിനാണ് പ്രകോപനം ഡിയർ, ഇന്ന് നിങ്ങളുടെ സഹോദരിയുടെ വലിയ ദിവസം, അതുമായി മുന്നോട്ട് പോകുമെന്ന് ശീതളും മറുപടി നൽകി. ശീതളിന്റെ പോസ്റ്റും ഗോകുലിന്റെ മറുപടിയും എല്ലാം ആയതോടെ പോസ്റ്റ് വലിയ ചർച്ചയായി അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളും വന്നു നിറഞ്ഞു. ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസം വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിന് ചുട്ട മറുപടി നൽകിയ ഗോകുലിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് ചിലർ കമന്റ് ചെയ്തത്. അതേസമയം നടൻ മമ്മൂട്ടിയെ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതും ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലിനെ പരിശോധന കൂടാതെ കടത്തിവിടുന്നതുമായ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നത്. മമ്മൂട്ടിയും ലാലും തമ്മിലുള്ള പ്രിവിലേജ് വ്യത്യാസം എന്ന കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഹാൻഡ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മമ്മൂട്ടി കൈ ഉയർത്തി നിൽക്കുന്ന ദൃശ്യവും മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നതെന്നും വീഡിയോയിൽ വ്യക്തമായി കാണാം. എന്നാൽ തൊട്ടുപുറകെ വരുന്ന മോഹൻലാലിനെ ഹാൻഡ് ഡിറ്റക്ടർ കൊണ്ട് പരിശോധിക്കുന്നില്ല, പരിശോധിക്കാതെയാണ് കടത്തിവിടുന്നത്. മമ്മൂട്ടിയെ പരിശോധിച്ച അതേ ഉദ്യോഗസ്ഥനാണ് മോഹൻലാലിനെ പരിശോധിക്കാതെ കടത്തിവിടുന്നത്. ഡോർ ഡിറ്റക്ടറിലൂടെയാണ് മോഹൻലാൽ അകത്ത് കടന്നത്, അതിനാലാണ് പരിശോധിക്കാതെ ഇരുന്നതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ. മമ്മൂട്ടിയും ഭാര്യ സുൽഫത്ത്, മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര, നടന്മാരായ ബിജു മേനോൻ, ദിലീപ്, ജയറാം, പാർവതി, രചന നാരായണൻകുട്ടി, നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാർ, ഖുഷ്ബു തുടങ്ങിയവരും ദൃശ്യത്തിലുണ്ട്.